السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 142-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് സാലിഹായവരല്ലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകളും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, എല്ലാ ആളുകൾക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പുതിയൊരു ജുസ് ആണ് ഇന്ന് ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ ജുസ്. ബാക്കിയുള്ള ജുസുകളും അള്ളാഹു തആല പഠിച്ചു പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. 7 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തിയാക്കിയിരുന്നു. ഏതായാലും നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أننا نزلنا إليهم الملائكة وكلمهم الموتى وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون ولتصغى إليه أفئدة الذين لا يؤمنون بالآخرة وليرضوه وليقترفوا ما هم مقترفون. أفغير الله أبتغي حكما وهو الذي أنزل إليكم الكتاب مفصلا والذين آتيناهم الكتاب يعلمون أنه منزل من ربك بالحق فلا تكونن من الممترين وتمت كلمة ربك صدقا وعدلا لا مبدل لكلماته وهو السميع العليم. وإن تطع أكثر من في الأرض يضلوك عن سبيل الله إن يتبعون إلا الظن وإن هم إلا يخرصون. إن ربك هو أعلم من يضل عن سبيله وهو أعلم بالمهتدين. فكلوا مما ذكر اسم الله عليه إن كنتم بآياته مؤمنين. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ അൻആം അധ്യായത്തിൽ, സൂറത്തുൽ അൻആമിലെ 111 മുതൽ 118 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ ജുസിൽ 142-ാമത്തെ പേജ്, 8-ാമത്തെ ജുസിലെ 1-ാമത്തെ പേജ് എന്ന് പറയാം. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 109-ാം വചനത്തിൽ, ഇതേ സൂറയിലെ 109-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇനി നമ്മൾ പഠിക്കാനുള്ള ആയത്തും, അതായത് 111-ാമത്തെ ആയത്തുമുള്ളത്. 109-ാമത്തെ ആയത്തിൽ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് മൊത്തമായിട്ടാണ് അള്ളാഹു തആല പറഞ്ഞിരുന്നത്. ഇവിടെ 111-ൽ അള്ളാഹു അത് വിശദീകരിക്കുക. എന്താണ് 109-ൽ നമ്മൾ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം ലഇൻ ജാഅത്ഹും ആയത്തുൻ ലയുഅ്മിനന്ന ബിഹാ ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹ് വമാ യശ്ഉറുകും അന്നഹാ ഇദാ ജാഅത് ലാ യുഅ്മിനൂൻ. ഞങ്ങൾക്ക് വല്ല പ്രത്യേക ദൃഷ്ടാന്തവും കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം എന്നും മുശ്രിക്കുകൾ സത്യം ചെയ്തു പറയുന്നു, പരമാവധി ആണയിട്ട് പറയുന്നു. പക്ഷെ ആ പറച്ചിലൊന്നും വലിയ കാര്യമില്ല. പുതിയ ദൃഷ്ടാന്തം കണ്ടാലും അവർ വിശ്വസിക്കാൻ മുന്നോട്ട് വരികയില്ല.
അത്രയും അവരുടെ ഹൃദയം ദുഷിച്ചു പോയിട്ടുണ്ട്. കാരണം ആദ്യം മുതലേ അവർ ഖുർആനെ എതിർക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്തു വന്നത്. തെളിവുകളെക്കുറിച്ചോ ആയാത്തുകളെക്കുറിച്ചോ അവർ ചിന്തിച്ചതേയില്ല, ശ്രദ്ധിച്ചതേയില്ല. ഇനിയൊരു പുതിയൊരു ദൃഷ്ടാന്തം കണ്ടാലും അവരുടെ മനസ്ഥിതി അങ്ങനെ തന്നെയായിരിക്കും. ഇതാണ് 109 നമ്മൾ പറഞ്ഞത്. ഇനി 111 നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രബോധന ദൗത്യം, ആ റിസാലത്ത്, ആ പ്രവാചകത്വം സത്യമാണ് എന്ന് മലക്കുകൾ, സാക്ഷാൽ മലക്കുകൾ തന്നെ ഈ ആളുകളുടെ, ഈ മുശ്രിക്കുകളുടെ അടുത്ത് വന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകൾ തിരിച്ചു വന്ന് പറഞ്ഞാലും അദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണ് എന്നീ മുശ്രിക്കുകളോട് മരണപ്പെട്ടു പോയ ആളുകൾ വന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു വന്നിട്ട് പറയണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സത്യമാണ്, നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നു വേണ്ട എല്ലാ സാധനങ്ങളെയും, മലക്കുകളെ എന്ന് മാത്രമല്ല, മരണപ്പെട്ടവരെ എന്ന് മാത്രമല്ല, എല്ലാ വസ്തുക്കളെയും അവരുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ വസ്തുക്കളെല്ലാം ഇവരോട് ഈ പറയുന്ന റിസാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണെന്ന് പറഞ്ഞാലും അവരത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇതാണ് 111 അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗതാ വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബ്ലൻ മാ കാനൂ ലിയുഅ്മിനൂ ഇല്ലാ അൻ യശാ അല്ലാഹ് വലാകിന്ന അക്സറഹും യജ്ഹലൂൻ. അതിനർത്ഥം നോക്കാം. വലൗ അന്നനാ, നിശ്ചയമായും നമ്മൾ, നസ്സൽന ഇറക്കുകയാണെങ്കിൽ, ഇലൈഹിം അവരുടെ അടുത്തേക്ക്, അൽ മലായിക്കത്ത സാക്ഷാൽ മലായിക്കത്തിനെ തന്നെ ഇറക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യ പ്രവാചകത്വത്തെ കുറിച്ച് അറിയിക്കുകയാണെങ്കിൽ, വകല്ലമഹുമുൽ മൗത മരണപ്പെട്ടു പോയ ആളുകൾ തിരിച്ചു വന്ന് അവരോട് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിലും, മലക്കുകളെ ഇറക്കുകയാണെങ്കിലും, വകല്ലമഹുമുൽ മൗത മരണപ്പെട്ടു പോയ ആളുകൾ അവരോട് സംസാരിക്കുകയാണെങ്കിലും, വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബ്ലൻ അവരുടെ അടുത്ത്, അവരുടെ മുമ്പിൽ എല്ലാ വസ്തുക്കളെയും കൂട്ടം കൂട്ടമായി നമ്മൾ ഒരുമിച്ച് കൂട്ടി ആ വസ്തുക്കളൊക്കെയും ഇത് സത്യമാണെന്ന് പറയുകയും ചെയ്താലും മാക്കാനൂ ലിയുഅ്മിനൂ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ അർത്ഥം? മൗത്ത എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആളുകൾ. വഹശർനാ അലൈഹിം അവരുടെ മുന്നിൽ നാം ഹാജരാക്കുകയും ചെയ്താൽ, ഹശറ എന്ന് പറഞ്ഞാൽ സമ്മേളിപ്പിക്കുക, ഒരുമിച്ച് കൂട്ടുക, അവരുടെ മുമ്പിൽ നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്താൽ, കുല്ല ശൈഇൻ എല്ലാ വസ്തുക്കളെയും ഖുബ്ലൻ കൂട്ടം കൂട്ടമായി, അപ്പൊ എല്ലാ വസ്തുക്കളെയും ഒന്നായിട്ട് അവരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ വസ്തുക്കളൊക്കെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും സത്യമാണ്, മാക്കാനൂ ലിയുഅ്മിനൂ എന്നാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവർ സത്യം വിശ്വസിക്കാൻ പോകുന്നില്ല. വലാകിന്ന അക്സറഹും യജ്ഹലൂൻ, പക്ഷേ അവരിൽ അധിക പേരും അത് അറിയുന്നില്ല എന്ന് മാത്രം. അധിക പേരും വിവരമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വിശ്വസിക്കാനല്ല. വലാകിന്ന, പക്ഷേ അക്സറഹും അവരിൽ അധിക പേരും യജ്ഹലൂൻ വിവരമില്ലാത്തവരാണ്, അത് അറിയുന്നില്ല. സൂറത്തു ഹിജ്റിൽ 14-15 ആയത്തുകളിലും ഇതുപോലൊരു പരാമർശം അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ പറഞ്ഞത്? അവർക്ക് ആകാശത്ത് നിന്നൊരു വാതിൽ തുറന്നു കൊടുത്തിട്ട് അവർ ആ വാതിലിലൂടെ കയറി ആകാശത്തേക്ക് എത്തിയിട്ട് സത്യങ്ങൾ കണ്ടാലും ഇതൊക്കെ സെഹറാണ്, മാരണമാണ് എന്ന് പറഞ്ഞു തള്ളും. അതുപോലൊരു പ്രസ്താവനയാണ് 211 ആയത്ത്. ഇങ്ങനെയൊക്കെ ചെയ്താലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നത് വെറുതെയാണ്. മാ കാനൂ ലിയുഅ്മിനൂ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഇവിടെ അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ ഒരു കാര്യവും, തിന്മയാവട്ടെ നന്മയാവട്ടെ, ഒരു കാര്യവും റബ്ബിന്റെ ഉദ്ദേശം കൂടാതെ സംഭവിക്കുകയില്ല. ഓരോന്നിനും ഇന്ന പ്രകാരമുള്ള വ്യവസ്ഥ അള്ളാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം അള്ളാഹു നമുക്ക് ഇഖ്തിയാർ തന്നിട്ടുണ്ട്. എന്താ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ? ചോയ്സ്. എന്തിനുള്ള ചോയ്സ്? നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് പറ്റുന്ന വിശേഷ ബുദ്ധി നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഏത് തെരഞ്ഞെടുക്കും എന്ന് റബ്ബിന് നേരത്തെ അറിയാം. മാ കാനൂ ലിയുഅ്മിനൂ ഇല്ലാ അൻ യശാ അല്ലാഹ്.
അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ അവർ വിശ്വാസികളാവുമല്ല എന്ന് പറയുന്ന ഇത്തരം ആയത്തുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. തൽപര കക്ഷികൾ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്, ദുർവ്യാഖ്യാനിക്കാറുണ്ട് ചില ആളുകൾ. എന്താ അവർ പറയാ? എല്ലാം റബ്ബിന്റെ വേണ്ടുക പ്രകാരമല്ല നടക്കുന്നത്, പിന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ ഉത്തരവാദിയാവുന്നത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ് ആ വാദം. കാരണം എന്താ? നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ്, ഇഖ്തിയാർ നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് കാര്യം. അത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. നല്ല വഴിയിലോട്ട് പോണോ മോശമായ വഴിയിലോട്ട് പോണോ, ഇത് തിരഞ്ഞെടുക്കാൻ ഒരാൾക്ക് കഴിയൂലേ? അയാൾ ഇന്നതാണ് തിരഞ്ഞെടുക്കുക എന്നത് അള്ളാഹുവിന് നേരത്തെ അറിയാം. ഇങ്ങനെയൊക്കെയാണ് ഈ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകട്ടെ, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായിക, മലക്കുകളെ നമ്മൾ അവരിലേക്ക് ഇറക്കി കൊടുത്താലും അവരിത് സത്യമാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കൂല. പിന്നെ അതേപോലെ തന്നെ മലക്കുകൾ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ അവർ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കും. അത് അവരുടെ ഒരു സ്വഭാവമാണ്. ഞങ്ങൾ മനുഷ്യന്മാരല്ലേ, എന്നിട്ട് മനുഷ്യന്മാരെടുത്തേക്കാണ് മലക്കുകളെ പറഞ്ഞയച്ചത്? അതും അവർ ചോദിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു തആല മറുപടി കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞ എന്താ വെച്ചാല്, ഞങ്ങളെന്താ പിന്നെ എന്തിനാ ഒരു മനുഷ്യനെ പ്രവാചകനായി അയച്ചത്? മലക്കുകളെ അയച്ചുകൂടായിരുന്നോ? ഈ സൂറയുടെ തുടക്കത്തിൽ നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അവരുടെ അടുത്തേക്ക് മലക്കുകളെ സത്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞങ്ങൾ മനുഷ്യരല്ലേ, എന്തിനാ മലക്കുകളെ അയച്ചെന്ന് ചോദിക്കും. ഇതാണ് അവരൊരു രീതി, ഒരു സ്വഭാവം അങ്ങനെയാണ്. മലക്കുകളെ പ്രവാചകന്മാരെ അയച്ചുകൂടെ എന്ന ചോദ്യത്തിന് അല്ലാഹു തആല സൂറത്തുൽ ഇസ്രായിൽ 95 മറുപടി കൊടുത്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല. ആ ഭൂമിയിലും മലക്കുകളാണ് ജീവിക്കുന്നത് എങ്കിൽ മലക്കുകളെ നമ്മൾ പ്രവാചകന്മാരെ നിയമിക്കുമായിരുന്നു. അല്ലല്ലോ, മനുഷ്യന്മാരല്ല. അതുകൊണ്ടാണ് മനുഷ്യനെ അയച്ചത്. ആ മനുഷ്യനെ അംഗീകരിക്കാൻ അവർ വേണ്ടത് അല്ലേ? സൂറത്തുൽ അൻആമിലെ 8-ാമത്തെ ആയത്തിൽ നമ്മൾ ഈ വിഷയം പഠിച്ചിട്ടുണ്ട്. വഖാലു ലൗലാ ഉൻസില അലൈഹി മലക് വലൗ അൻസൽനാ മലക്കൻ ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ. എന്തേ മലക്കിനെ ഇറക്കാത്തവർ ചോദിക്കുന്നു. മലക്കുകൾ ഇറക്കിയാൽ കാര്യം അതോടെ തീരും. അതിന്റെ വിശദീകരണം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് 8-ാമത്തെ. അപ്പൊ ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഇങ്ങനെ സാക്ഷാൽ മലായിക്കത്ത് വന്നു പറഞ്ഞാലും അവർ അംഗീകരിക്കാൻ തയ്യാറാവില്ല. വകല്ലമഹുൽ മൗത, മരിച്ചുപോയ ആരെങ്കിലും വന്ന് ഈ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാണ് എന്ന് പറഞ്ഞാൽ, ഖബർ ശിക്ഷ ശരിയാണ്, ശിക്ഷ അത് സത്യമാണ്, ഖബറിലെ സുഖം അത് സത്യമാണ്, ഇത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. ശരിയായി ചിന്തിക്കുന്ന ഒരുവിധം ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കേണ്ടതാണ്. പക്ഷെ ഇവരെ എന്തായാലും വിശ്വസിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. ഖബറിലെ പല സംഭവങ്ങളും അല്ലാഹു തആല പലരിലൂടെയും വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പല ആളുകൾക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഖബറിലെ സംഭവങ്ങൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖബറിൽ തീ കണ്ട സംഭവം, ഖബറിൽ പാമ്പിനെ കണ്ട സംഭവം, ഇതൊക്കെ പല കിതാബുകളും രേഖപ്പെടുത്തപ്പെട്ടതല്ലേ. കാലങ്ങൾക്ക് ശേഷവും മയ്യിത്തിനെ മറമാടിയ സ്ഥലത്ത് നിന്ന് മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ആ ഖബർ പൊളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഖബർ മാന്തി നോക്കുന്ന സമയത്ത് കഫൻ പുടക്ക് പോലും ഒരു കുഴപ്പമില്ലാത്ത എത്രയോ മയ്യിത്തുകളെ കണ്ടെത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വരെ. അത്തരം സംഭവങ്ങൾ എമ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ? മരിച്ച ആളുകൾ ജീവിച്ചത്, എന്നിട്ട് അവർ സംസാരിച്ചത്, പിന്നീട് അവർ മരണപ്പെട്ടു പോയത്, ഒരുപാട് സംഭവങ്ങളില്ലേ? സാമാന്യമായി സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ആളുകൾ തന്നെ ഇതൊക്കെ വലിയ പാഠമാണ്, ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ ഇത്തരം ദൃഷ്ടാന്തങ്ങൾക്ക് തന്നെ ധാരാളമാണ്. പക്ഷെ ഈ ആളുകൾ മുശ്രിക്കീങ്ങൾ, വകല്ലമഹുൽ മൗത, സാക്ഷാൽ മരണപ്പെട്ട ആളുകൾ വന്ന് സംസാരിച്ചാലും അവരത് അംഗീകരിക്കാൻ പോകുന്നില്ല. അത് വെറുതെ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുകയാണ്. ഇനി നമ്മൾ 112-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഈ പറയപ്പെട്ടതുപോലെയുള്ള ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. താങ്കളുടെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും ഇതുപോലെ മനുഷ്യരിലെ പിശാചുക്കളും ജിന്നുകളിലെ പിശാചുക്കളും ശത്രുക്കളായിട്ടുണ്ടായിരുന്നു. ആ പിശാചുക്കൾ തമ്മിൽ, ആ പിശാചുക്കളും അവരുടെ അനുയായികളും തമ്മിൽ പരസ്പരം ഗൂഢാലോചന നടത്തുകയും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനായി, വഞ്ചിക്കാനായി പുറമേ നല്ലതെന്ന് തോന്നുന്ന ഭംഗിവാക്കുകളും പല തന്ത്രങ്ങളും പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. അത് അവരുടെ പതിവാണ്, ഇപ്പോഴും അത് തുടരുന്നു എന്നേ ഉള്ളൂ.
അതുകൊണ്ട് താങ്കൾ അതിൽ സങ്കടപ്പെടേണ്ട. മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഈ പറയുന്നതും ഈ ശത്രുക്കൾ ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്നതും അമ്പിയാക്കൾക്കെതിരെ തിരിയുന്നതും ഒക്കെ അതും അള്ളാഹുവിന്റെ ഉദ്ദേശപൂർവ്വം നടപ്പിലാവുന്ന ചില സംഗതികളാണ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ പല യുക്തിരഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് അതിന്റെ പാട്ടിൽ നടന്നുകൊള്ളട്ടെ, താങ്കൾ അതിൽ മനസ്സ് വിഷമിക്കേണ്ടതില്ല. എന്താണ് ആയത്ത്? 112-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാതീനൽ ഇൻസി വൽ ജിൻ യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റഫൽ ഖൗലി ഗുറൂറാ വലൗ ശാഅ റബ്ബുക മാ ഫഅലൂ ഫദർഹും വമാ യഫ്തറൂൻ. വകദാലിക അപ്രകാരം, അങ്ങയോട് ശത്രുത വെക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ അപ്രകാരം ജഅൽന നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ലികുല്ലി നബിയിൻ ഓരോ പ്രവാചകനും അദുവൻ ശത്രുക്കളെ ശയാതീനൽ ഇൻസി വൽ ജിന്നി ജിന്നുകളിലും ഇൻസുകളിലും പെട്ട പിശാചുക്കളെ ശത്രുക്കളെ ഓരോ പ്രവാചകനും നമ്മൾ ശത്രുക്കളാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിയോഗികളാക്കിയിട്ടുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ എല്ലാ പ്രവാചകന്മാർക്കും അദുവൻ ഓരോ ശത്രുക്കളെ നമ്മൾ പ്രതിയോഗികളെ നമ്മൾ ആക്കിയിട്ടുണ്ട്. അതായത് ശയാത്തീനുൽ ഇൻസി വൽ ജിന്നി ജിന്നിലെയും ഇൻസിലെയും പിശാചുക്കൾ അവരാണ് ശത്രുക്കളായിട്ടുണ്ടാവും. എന്താണ് അവർ ചെയ്യുന്നത്? അതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റഫൽ ഖൗൽ. യൂഹി അവർ പരസ്പരം യൂഹി അവർ ദുർബോധനം നടത്തും, രഹസ്യമായിട്ട് വിവരങ്ങൾ കൈമാറും. ബഅദുഹും അവരിൽപ്പെട്ട ചിലർ ഇലാ ബഅദിൻ ചിലരിലേക്ക് എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ ദുർബോധനം നടത്തും. എന്താണ് അവർ ദുർബോധനം ചെയ്യുക? സുഖ്റുഫൽ ഖൗലി ഭംഗി വാക്കുകൾ, പുറമേ കണ്ട നല്ല ഭംഗിയുള്ള വാക്കുകൾ പരസ്പരം അവർ ദുർബോധനം നടത്തും. സുഹ്റുഫ് എന്ന് പറഞ്ഞാൽ മോടിയുള്ളത് ഭംഗിയുള്ളത് എന്നൊക്കെ അറിയാം. അപ്പൊ സുഖ്റുഫൽ ഖൗലി ഭംഗി വാക്കുകൾ എന്ന് ചുരുക്കി പറയാം. എന്തിനാണ് അങ്ങനെ ഭംഗി വാക്കുകൾ അവർ പരസ്പരം സന്ദേശം കൈമാറുന്നത്? ഗുറൂറൻ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി, ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി, ആളുകളെ അവരെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരസ്പരം ഭംഗി വാക്കുകൾ കൈമാറി സന്ദേശങ്ങൾ കൈമാറി ഫിത്നയുടെ പണിയെടുക്കും. വലൗ ശാഅ റബ്ബുക മാ ഫഅലൂ, അങ്ങയുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മാ ഫഅലൂ അതവർ ചെയ്യുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് അത് നടക്കുന്നത്. അതിൽ ചില ഹിക്മത്തുകളുണ്ട്, ചില തത്വങ്ങളുണ്ട്, അള്ളാഹുവിനറിയാം. ഫദർഹും വമാ യഫ്തറൂൻ, അതുകൊണ്ട് താങ്കൾ സങ്കടപ്പെട്ടിരിക്കേണ്ട. ഫദർഹും അങ്ങവരെ വിട്ടുകളയുക, അവരെ വെറുതെ വിട്ടേക്കുക. വമാ യഫ്തറൂൻ അവര് പടച്ചുവിടുന്ന കള്ളത്തരങ്ങളെയും നുണകളെയും താങ്കൾ വെറുതെ വിട്ടേക്കുക. എന്നാണ് ഞാൻ അവരെ കൈകാര്യം ചെയ്ത് കൊള്ളാം, അവരെ കാര്യത്തിൽ താങ്കൾ എന്താണ് പറയുക, സങ്കടപ്പെടേണ്ടതില്ല. ഫദർഹും വമാ യഫ്തറൂൻ. യഫ്തറൂൻ എന്ന് പറഞ്ഞാൽ അവര് നുണ പറഞ്ഞുണ്ടാക്കുന്നത് എന്നർത്ഥം. وكذلك جعلنا لكل نبي عدوا شياطين الجن والإنس. എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ ദാഇമാർക്കും പ്രബോധനം നടത്തുന്ന ആളുകൾക്കും നല്ലത് പറഞ്ഞത് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ശരിക്കും അതൊരു ക്രെഡിറ്റായി കാണണം എന്നാണ്. ഏതൊരു കാര്യത്തിനും ഏതൊരു പ്രസ്ഥാനത്തിനും ഏതൊരാൾക്കും എതിരാളികൾ ഉണ്ടെങ്കിലല്ലേ അത് ഉഷാറാവുകയുള്ളൂ, അപ്പോഴൊരു വീറും വാശിയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വേറെയും പല യുക്തികളും അതിലുണ്ടാവാം. അതാണ് ആയത്തിന്റെ അടുത്ത ഭാഗത്ത് വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു എന്നതിന്റെ ആശയം. എതിരാളികളുണ്ടെങ്കിൽ മറുപക്ഷത്തിന് ശക്തി കൂടുതൽ സംഭരിക്കാൻ കഴിയും, കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയും എന്നതിന് പുറമെ വേറെ യുക്തികൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ വേണ്ടുക അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ദുഃഖിക്കേണ്ട. അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ച് മുന്നേറുകയാണ് താങ്കൾ വേണ്ടത്. അവരെയും അവരുടെ വ്യാജ വാർത്തകളെയും വിട്ടേക്കുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നത്. ഫദർഹും വമാ യഫ്തറൂൻ. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് തഫ്സീർ ചെയ്ത് പറഞ്ഞെടുത്ത് താങ്കളെ ശത്രുക്കളെ കൊണ്ട് പരീക്ഷിച്ചതുപോലെ മുൻഗാമികളായ പ്രവാചകന്മാരെയും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ക്ഷമിക്കുമ്പോഴും സഹിക്കുമ്പോഴും വലിയ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അങ്ങനെ പരീക്ഷണങ്ങൾ നൽകുന്നത്. അപ്പൊ അതാണ് അതിലെ മറ്റൊരു ഹിക്മത്ത്. അള്ളാഹു പ്രവാചകന്മാർക്ക് ചില എതിരാളികളെ നിശ്ചയിക്കുക എന്നത് പണ്ട് മുതലേ ഉള്ളതാണ് എന്നർത്ഥം. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വറഖത്ത് ബിൻ നൗഫൽ കാലേ കൂട്ടി വിഷയം പറഞ്ഞിട്ടുണ്ട്.
മക്കയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും, അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അങ്ങ് ഞാൻ സഹായിക്കുമെന്നൊക്കെ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ട് ചോദിക്കുന്നു, അവരെന്നെ പുറത്താക്കുവോ? അപ്പോഴാണ് വറക്ക പറയുന്നത്, ലം യഅ്തി റജുലുൻ ഖത്ത് ബിമിസ്ലി മാ ജിഅ്ത ബിഹി ഇല്ലാ ഊദിയ. നിങ്ങൾ കൊണ്ടുവന്ന ഈ സന്ദേശം ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അവർക്കൊക്കെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അതറിഞ്ഞിട്ടുണ്ട്. ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്, ഈ പ്രയോഗം ഈ ആയത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കൾ. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ദുഷ്ടരായ മനുഷ്യരെ കുറിച്ചാണ് പിശാചുക്കൾ, മനുഷ്യ പിശാചുക്കൾ എന്ന് പറയുന്നത്. ജിന്നുകളിലുള്ള ദുഷ്ടവിഭാഗമാണ് ജിന്ന് പിശാചുക്കൾ, അല്ലേ? പിശാചുക്കൾ എന്ന് നിരുപാധികം പറയുമ്പോൾ, മുത്തലഖൻ പറയുമ്പോൾ ജിന്നുകളിലെ പിശാചുക്കളെയാണ് സാധാരണ ഉദ്ദേശിക്കുന്നത്. അതേസമയം മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്, രണ്ടു കൂട്ടരിലുമുണ്ട്. സൂറത്തുൻ നാസ് അവസാനിക്കുന്നിടത്ത് അല്ലാഹു തആല പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ജനങ്ങളിലും ജിന്നുകളിലും പെട്ട, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളിൽ നിന്ന് കാവൽ ചോദിക്കുന്നതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൂടെ നടന്ന് നമ്മളെ വേണ്ടാത്രങ്ങളിലേക്ക് നയിക്കുന്ന എല്ലാവരും മനുഷ്യ പിശാചുക്കളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ജിന്നുകളിലെ പിശാചുക്കൾ, അവർക്ക് പിന്നെ അവരെ കുറിച്ച് ചീത്ത പറയുന്നതും അവരെ ആക്ഷേപിക്കുന്നതും ഒക്കെ അവർക്കൊരു അഭിമാനമാണെന്ന്. ഇബ്ലീസിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ അഭിമാനമാണ്. അത് വലിയ ഇഷ്ടമാണ് അത്ര അവരെ കുറിച്ച് കുറ്റം പറയുന്നത്. ആ ഇഷ്ടമില്ലാതെയാക്കാനാണ് നമ്മൾ ലാനത്ത് ചൊല്ലണമെന്ന് പറയുന്നത്. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പൈശാചികത്വത്തിലേക്കുള്ള ചായവ് ഇല്ലാതെയാക്കാൻ ആ ലാനത്ത് പറയാനൊക്കെ സഹായിക്കും നമ്മളെ. അതുകൊണ്ട് ഇബ്ലീസ് എന്ന് പറയുമ്പോൾ ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ ശ്രമിക്കുക. ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്, മനുഷ്യരിലും പിശാചുക്കളിലും പെട്ട ശൈത്താന്മാർ. ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ അപകടകാരികൾ ആരാന്നറിയോ? ജിന്നുകളിലെ ശൈത്താന്മാരല്ല, മനുഷ്യരിലെ ശൈത്താന്മാരാണ് എന്ന്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, അല്ല നിങ്ങൾ ഹൽ തഅവ്വദത ബില്ലാഹി മിൻ ശയാത്തീനിൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളിൽ നിന്ന് നിങ്ങൾ കാവൽ തേടിയോ? ഇത് കേട്ടപ്പോൾ അബൂദർ തങ്ങൾക്ക് അത്ഭുതമായി, റളിയല്ലാഹു അൻഹു. ലാ യാ റസൂലല്ലാഹ്, ഇല്ലല്ലോ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹൽ ഇൻസി മിൻ ശയാത്തീന, മനുഷ്യരുടെ കൂട്ടത്തിലും പിശാചുക്കളുണ്ടോ? അബൂദർ തങ്ങൾ ചോദിക്കണം റളിയല്ലാഹു അൻഹു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നഅം, ഉണ്ട്. ഹും ശർറും മിൻ ശയാത്തീനിൽ ജിന്നി, ഉണ്ട് എന്ന് മാത്രമല്ല, ജിന്നുകളിലെ പിശാചുക്കളെക്കാൾ ഏറ്റവും അപകടകാരികളാണ് മനുഷ്യരിലെ പിശാചുക്കൾ. ഇതിനെന്താ കാരണം? നോക്കൂ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ പിശാചുക്കളാണ് ഏറ്റവും പ്രശ്നം, ജിന്നുകളിലെ പിശാചുക്കളല്ല. എന്താ കാരണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ ജിന്നുകളിലെ പിശാച് എൻ്റെ അടുത്ത് ഓടിപ്പോകും. പക്ഷേ മനുഷ്യന്മാരെ പിശാച് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എൻ്റെ ഒപ്പം നിൽക്കും, എന്തു പറഞ്ഞാലും പോവില്ല, എന്നിട്ട് തന്നെ തെറ്റുകളിലേക്ക് പരസ്യമായി വലിച്ചു കൊണ്ടുപോകും. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ ഇത് തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ നമ്മൾ അത്തരക്കാരെ നല്ലവണ്ണം പേടിക്കണം. നമ്മുടെ കൂടെ നിന്ന് പിഴപ്പിക്കുന്ന, പിന്തിരിപ്പിക്കുന്ന ആളുകൾ മനുഷ്യരിലെ പിശാചുക്കളാണ്. ആരായാലും ശരി, ചിലപ്പോൾ മക്കളായിരിക്കും, ചിലപ്പോ കുടുംബക്കാരായിരിക്കും, ചിലപ്പോൾ ഭാര്യയായിരിക്കും, ചിലപ്പോൾ ഉമ്മവാപ്പമാരായിരിക്കും. തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന, വലിച്ചിഴക്കുന്ന, പൈശാചികമായ പ്രവണതകൾ കാണിക്കുന്ന ആളുകളൊക്കെ മനുഷ്യരുടെ പിശാചുക്കളാണ്. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ, ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി, ആളുകളെ ചതിയിൽ വീഴ്ത്താൻ വേണ്ടി ഭംഗിവാക്കുകൾ പരസ്പരം കൈമാറും അവർ, കുതന്ത്രങ്ങൾ മെനയും അവർ, എന്നിട്ടത് പ്രയോഗിക്കും. ഇബ്ലീസ് കുറെ അനുയായികളെ മനുഷ്യരെ പഴിപ്പിക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വലിയ സെറ്റപ്പുള്ള വിഭാഗമാണ്. അവർക്ക് പ്രത്യേക വകുപ്പുകളുണ്ട്. ഓരോ വകുപ്പിനും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുണ്ട്, അതിന് സഹായികളുണ്ട്, മേൽനോട്ടക്കാരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അവര് മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളെ കാണുമ്പോൾ, ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളും മനുഷ്യരിൽപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ള പിശാചുക്കളും തമ്മിൽ കാണുമ്പോൾ പറയും, ഇന്ന ആളെ ഞാൻ ഇന്ന രീതിയിൽ പഴപ്പിച്ചിട്ടുണ്ട്, ഇനി നീ നിന്റെ സ്നേഹിതനെയും അങ്ങനെ പഴപ്പിച്ചു. ഇങ്ങനെ അവർ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുമെന്നാണ് ഈ ഒരു ആളെ
ഗുറൂറൻ ചതിക്കാൻ വേണ്ടി, ചതിയിൽ വീഴ്ത്താൻ വേണ്ടി. ഇങ്ങനെയുള്ള സംസാരങ്ങളെ കുറിച്ചാണ് യൂഹി ബഅദുഹും ഇലാ ബഅദിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളെ കൂടെ നടന്ന് നമ്മളെ തെറ്റുകളിലേക്ക് നയിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടുവലയങ്ങളിൽ ഉണ്ടെങ്കിൽ, സുഹൃത്ത് വലയങ്ങളിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കിയേ പറ്റൂ. നമ്മുടെ ഫേസ്ബുക്കുകളിലോ വാട്സപ്പുകളിലോ സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സുകളിൽ, നമ്മുടെ സർക്കിളിൽ ഇത്തരം തെറ്റുകളിലേക്ക് നമ്മളെ നയിക്കുന്ന ശയാത്തനിൽ ഇൻസ് ഉണ്ടെങ്കിൽ അവരെ നിശ്ചയമായും റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഒഴിവാക്കണം. അല്ലെങ്കിൽ നമ്മളും ആ കൂട്ടത്തിൽ പെട്ടുപോകും, തെറ്റുകളിലേക്ക് വീണു പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. ഇനി നമ്മൾ 113 ആയത്തിലേക്ക് കടക്കുക. പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുന്ന സന്ദേശങ്ങൾ എതിർക്കാൻ മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കൾ നേതൃത്വം വഹിക്കും. ഞാനിപ്പം മുമ്പ് പറഞ്ഞത്, അവര് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾ ഈ പറയപ്പെട്ട ആളുകളുടെ വലയിൽ വീഴുകയും ചെയ്യും. ഇതെല്ലാം അള്ളാഹുവിന്റെ ഉദ്ദേശവും അറിവും അനുസരിച്ച് നടക്കുന്നത് തന്നെ. അതാണ് ഇനി ഒന്നുകൂടെ അള്ളാഹു തആല ഊന്നി പറയുന്നത്. ഇവിടെ നമ്മളൊന്ന് ആലോചിക്കണം. എന്താണ് ആലോചിക്കേണ്ടത്? യഥാർത്ഥ നന്മ ഉരുത്തിരിഞ്ഞു വരേണ്ടത്, ഉണ്ടാവേണ്ടത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളുടെ സംഘട്ടനത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും തമ്മിലുള്ള പോരാട്ടത്തിൽ നിന്നാണ് നന്മ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തിന്മക്ക് തീരെ സാധ്യതയില്ലാത്ത, നന്മക്ക് മാത്രം സാഹചര്യങ്ങൾ നിലവിലുള്ള ഒരു ചുറ്റുപാടിൽ, ആ ചുറ്റുപാടിൽ നന്മ ചെയ്യാൻ അത്ര വലിയ മെനക്കെടൊന്നുമില്ല. കാരണം അവിടെ തിന്മക്കൊരു സാഹചര്യമില്ല, വെറും നന്മ ചെയ്യേണ്ട സാഹചര്യമേ ഉള്ളൂ. അവിടെ നിന്ന് നന്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ മെനക്കെടൊന്നുമില്ല. നേരെ മറിച്ച് വെറും തിന്മയുടെ സാഹചര്യമാണ്, അവിടെ നിന്നൊരു നന്മ ഉണ്ടാവണമെങ്കിൽ ഇച്ചിരി മെനക്കെടാം, അല്ലേ? അപ്പൊ സത്യവിശ്വാസവും സന്മാർഗവും എല്ലാം അതിന്റെ പ്രതികൂല ശക്തികളെ ജയിച്ചടക്കിയാണ് ഉണ്ടാവേണ്ടത്. നല്ലതും ചീത്തയും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള വിശേഷ ബുദ്ധി മനുഷ്യൻ അല്ലാഹു തആല നൽകിയിട്ട് ഇന്ന വഴി നിങ്ങൾ തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞാൽ ആ വഴി തിരഞ്ഞെടുക്കുമ്പോഴല്ലേ മനുഷ്യന് എന്താണ് പറയാ, ആ ഹിദായത്തിനൊരു വിലയുണ്ടാവുന്നത്. അതും തിന്മയുടെ സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ചും. അപ്പോ ഇത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോഴാണ് മനുഷ്യൻ തിന്മയിലേക്ക് കൂപ്പുകുത്തുന്നത്. ഇങ്ങനെ പിശാചുക്കളുടെ ദുർബോധനങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നത് അപ്പോഴാണ്. അവരെ വലയിൽ ചെന്ന് ചാടുക ഇതേപോലെയുള്ള റബ്ബിലും പരലോകത്തിലും വിശ്വാസമുള്ള ആളുകളാണ്. റബ്ബിലും പരലോകത്തിലും വിശ്വാസമുള്ള ആളുകൾക്ക് ഏത് തിന്മയുടെ സാഹചര്യത്തിൽപ്പെട്ടാലും അവരിൽ നിന്ന് നന്മയുണ്ടാവുന്നു. അല്ലാത്ത ആളുകൾ അങ്ങനെയല്ല. അവരുടെ ആശയക്കുഴപ്പങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വശീകരണങ്ങൾക്ക് വിധേയരാവും പാവപ്പെട്ട ഇത്തരം വിശ്വാസമില്ലാത്ത ആളുകൾ. അതാണ് 113 പറയുന്നത്. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിതസ്ഗാ ഇലൈഹി അഫ്ഇദത്തുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി വലിയർളൗഹു വലിയഖ്തരിഫു മാ ഹും മുഖ്തരിഫൂൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, പിശാചുക്കൾ പരസ്പരം ഭംഗിവാക്കുകൾ പറയും. എന്തിനാണ് ആളുകളെ ചതിയിൽ വീഴ്ത്താൻ? ഗുറൂറൻ എന്ന് പറഞ്ഞു. അതിനോട് ചേർത്തി പഠിക്കുക. എന്താണ്? പിന്നെ എന്തിനുമാണ് അവർ ഇങ്ങനെ പരസ്പരം കുതന്ത്രങ്ങൾ മെനയുന്നത്? എന്തിനാണ്? പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ഹൃദയങ്ങൾ അതിലേക്ക് ചായുവാനും അതിനും വേണ്ടിയാണ് അവരിങ്ങനെ പരസ്പരം സന്ദേശങ്ങൾ കൈമാറുന്നത്. വലിത്തസ്ഗ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നർത്ഥമുണ്ട്. വലിത്തസ്ഗ ഇലൈഹി, അവരുടെ ആ ദുർബോധനങ്ങളിലേക്ക് ചായുവാനും. ആര്? അഫ്ഇദത്തു, ഹൃദയങ്ങൾ. ആരുടെ ഹൃദയങ്ങൾ? അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾ അവരിലേക്ക് ചായുവാനും വേണ്ടി. പിന്നെന്തിനും? വലിയർളൗഹു, അവർ അതിൽ സംതൃപ്തരാകാനും അതിനും വേണ്ടി. പിന്നെന്തിനും? വലിയഖ്തരിഫു, അവർ ചെയ്യാനും. എന്ത്? മാഹും മുഖ്തരിഫൂൻ, ആ പിശാചുക്കൾ ചെയ്യുന്ന തിന്മകൾ ഇവരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനും വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത്? ഭംഗി വാക്കുകൾ പരസ്പരം കൈമാറി ആളുകളെ വലയിൽ വീഴ്ത്തുന്നത്. യഖ്തറഫ യഖ്തരിഫു എന്നൊക്കെ പറഞ്ഞ തെറ്റുകൾ ചെയ്യുക, അതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ മാഹും മുഖ്തരിഫൂൻ എന്ന് പറഞ്ഞാൽ ആ പിശാചുക്കൾ ചെയ്യുന്ന തെറ്റുകൾ ഇവരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനും ആ തെറ്റുകളിൽ ഇവർ സംതൃപ്തരാകാനും പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയങ്ങൾ അവരിലേക്ക് ആകർഷിക്കപ്പെടാനും ഒക്കെയാണ് അവരിങ്ങനെ
പിന്നെ ഭംഗിവാക്കുകൾ പറഞ്ഞ ആളുകളെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിശാചിന്റെ ദുർബോധനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ 3 ഘട്ടങ്ങളാണെന്നാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കാം. നമ്മൾക്കൊക്കെ ഇത്തരം ദുർബോധനങ്ങൾ വരാം. നമ്മുടെ കൂടെ ഉള്ള ആളാണ് പിശാച്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, വിക്രതല്ലാത്ത സമയത്തൊക്കെ. അപ്പൊ പിശാചിന്റെ ദുർബോധനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ ആദ്യം നമ്മളതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് അത് വേണ്ടാത്ത കാര്യമാണ്, എന്നെ കിട്ടൂല, നമ്മളതിന് പിന്തിരിയും. അല്ലെ? ഇതാണ് ഒന്ന്. അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും, ആയിക്കോട്ടെ ഒന്ന് ചെയ്ത് കളയാ, അത് അംഗീകരിക്കും, തൃപ്തിപ്പെടും, എന്നിട്ടത് ചെയ്യും. ആദ്യം നമ്മളെ ശ്രദ്ധിക്കും, നമ്മളെ ശ്രദ്ധിക്കും. പിന്നെ വലിയ നമുക്കത് നമ്മളത് അംഗീകരിക്കും, തൃപ്തിപ്പെടും, ആയിക്കോട്ടെ നല്ല ചെയ്തു നോക്കുക, മനസ്സെന്താവും, അത് തൃപ്തിപ്പെടും, ചെയ്യാൻ വേണ്ടി റെഡിയാവും. പിന്നെ വലിയ അത് ചെയ്യും. 3 ഘട്ടങ്ങൾ മനസ്സിലായല്ലോ. എന്നിട്ട് പിന്നെ അർമാദിക്കും. ആദ്യം എന്താണ്, ചിലപ്പോൾ നല്ല മുഅ്മിനീങ്ങളാണെങ്കിൽ ആദ്യം ചിലപ്പോൾ കേട്ടെന്ന് വരും, കാര്യം മനസ്സിലാക്കി കേന്ദ്രീകരിക്കും. അല്ലെങ്കിൽ അത് കേട്ടു തൃപ്തിപ്പെട്ടു എന്നിട്ട് അത് ചെയ്യും. ഉദാഹരണത്തിന് ഒരു ഹറാമ് കാണാൻ വേണ്ടി പോയി, ഹറാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിരക്കില്ലല്ലോ, അപ്പൊ അത് മനസ്സിന്റെ റാഹത്തായി, ആ സദസ്സുമായിട്ട് എഴുതിത്തരും, എന്നാ പിന്നെ ആടിപ്പാടി കൂടെ അർമാദിക്കാൻ പോകും, കുറച്ചുകൂടെ ഹറാമുകൾ ചെയ്യാം. ആ ഹറാമ് കേട്ടപാടെ നമുക്കത് പറ്റൂല എന്ന് പറഞ്ഞാലോ, ഓക്കെ, പിന്നെ അതിന് പോകില്ല, അയക്കണ പോകില്ല. അത് മുഅ്മിനീങ്ങൾ, ആഖിറത്തിൽ വിശ്വാസം മുഅ്മിനീങ്ങൾ അങ്ങനെയായിരിക്കും. അല്ലാഹു തആല പല ഹറാമുകളുടെയും വാതിലുകൾ കുറെ മുമ്പേ തന്നെ കൊട്ടിയടക്കാൻ കാരണം അതാണ്, അതിലേക്ക് പോകരുതെന്ന് വെച്ചിട്ട്. അതാണ് പലതും പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ പലതും പാടില്ല ഹറാമാണ് എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ, ആ തിന്മയിലേക്കുള്ള വാതിലുകൾ നേരത്തെ കാലെ കൂട്ടി അല്ലാഹു തആല കൊട്ടിയടക്കുകയാണ്. കാരണം തുറന്നു കൊടുത്താൽ പിന്നെ എങ്ങനെയെങ്കിലും അതിന്റെ അടുത്തേക്ക് കണ്ട് എത്തിയാൽ അത് ചെയ്യാതിരിക്കാൻ മനുഷ്യനിപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. മനുഷ്യന്റെ പ്രകൃതം പിശാചവനെ കൊണ്ട് ചാടിക്കും. വലിയ ഇർലൗഹു വലിയ എക്കത്തരിഫും ആദ്യം കേൾക്കും, പിന്നെ മനസ്സിൽ തൃപ്തിയാവും, പിന്നെ അത് ചെയ്യും. ഹറാമ് കണ്ടാൽ നോക്കണ്ട എന്ന് പറഞ്ഞ അതിനാണ്. ഹറാമ് കാണുകയാണെങ്കിൽ അഥവാ കണ്ണപ്പെട്ട ഉടനെ കണ്ണ് തിരിക്കണം എന്നതാണ് പരിശുദ്ധന്റെ നിയമം. പിന്നെ നോക്കരുത്. കാരണം എന്താ, അത് കണ്ടാല് പിന്നെ അത് മനസ്സിൽ പതിഞ്ഞു, പിന്നെ അതിനെക്കുറിച്ചുള്ള ആലോചനയായി, പിന്നെ ആ ആലോചന അങ്ങനെ മൂത്ത് അതെങ്ങനെ ആ ഹറാം എങ്ങനെ ചെയ്യാം എന്നതിലേക്ക് എത്തും. അതാണ് ഈ ആയത്തിൽ അല്ലാഹു തആല കൃത്യമായി പറയുന്നത്. പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ മാത്രമാണ് ഇങ്ങനെ ചായുക, പിശാചിനെ അനുസരിക്കുക. അല്ലാത്തവർ അതിന് കിട്ടൂലല്ലോ. പരലോക വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾ എന്താ ചിന്തിക്കുക? എന്തെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് ചെയ്യണമെന്ന് തോന്നിയാൽ, പിശാച് ഒരു ദുർബോധനം നടത്തിയാൽ ചിന്തിക്കും, പഠിച്ചവൻ ആ തെറ്റിലൂടെ കിട്ടുന്ന സുഖം, അത് എന്ത് സുഖമാട്ടെ, അതിപ്പോ എത്ര നേരം ഉണ്ടാവുക? ഏതാനും സെക്കൻഡുകളോ. ഒരു ഹറാമാണ് കണ്ടു, കണ്ണാണ് ചിന്തി, അല്ലെങ്കിൽ ഹറാം ഇങ്ങനെ നോക്കി നിന്നു, കുറച്ച് സെക്കൻഡ് സുഖം ഉണ്ടാവും കണ്ണിന്. അതല്ല കുറച്ച് മിനിറ്റുകളോ സുഖമുണ്ടാവുക, അത് കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ. അതിൻ്റെ ഒപ്പം അവൻ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കും, ഇനി ഞാനിത് ചെയ്താൽ എനിക്ക് കിട്ടാവുന്ന ശിക്ഷയുടെ കണക്കെടുപ്പ് നടത്തും. ഞാനിത് ചെയ്താൽ ദുന്യാവിൽ എനിക്ക് സെക്കൻഡുകളോ മിനിറ്റുകളോ അല്ലെങ്കിൽ കുറച്ച് സമയമോ ലഭിക്കുന്ന ഈ ആനന്ദത്തിന് പകരം എനിക്ക് കിട്ടാവുന്ന ശിക്ഷയുടെ കണക്ക് താരതമ്യം ചെയ്ത് നോക്കും. പരലോകത്ത് ഞാൻ എന്ത് ചെയ്യും? അതാലോചിച്ചപ്പോൾ പിന്മാറും. ഇവിടെ കിട്ടുന്ന സെക്കൻഡുകളുടെ സുഖത്തിന് പരലോകത്ത് കഠിനമായ ശിക്ഷയാണ്, വേണ്ട, ഞാനത് ചെയ്യില്ല. അതാണ് അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. ഇനി നമ്മൾ 114-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. മുശ്രിക്കുകൾ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് വിശ്വസിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നവരാണ് അക്കൂട്ടർ എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അത്തരം ആളുകൾ പറയുന്നത് കേട്ട് ഒരു വിഷയത്തിലും അള്ളാഹു അല്ലാത്തവരെ മധ്യസ്ഥരായി നിശ്ചയിക്കരുത് എന്നാണ് ഇനി പറയുന്നത്. അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. അവർ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാനല്ല. അപ്പൊ ആ ശത്രുക്കളായ ആളുകൾ പറയുന്നത് എന്തെങ്കിലും കേട്ട് അള്ളാഹു അല്ലാത്ത ആരെയും നിങ്ങൾ മധ്യസ്ഥരായി നിയമിക്കരുത്. അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം എന്താ? മനുഷ്യൻ സ്വീകരിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും, അത് സ്വീകരിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളും സ്വീകരിക്കാതിരുന്നാലുള്ള കോട്ടങ്ങളും ഒക്കെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. സർവജ്ഞനായ അള്ളാഹുവാണല്ലോ ഖുർആൻ അവതരിപ്പിച്ചത്. മാത്രമല്ല, ഖുർആൻ സത്യമാണ് എന്ന് അന്ന് നിലവിലുണ്ടായിരുന്ന വേദം നൽകപ്പെട്ട ആളുകൾക്ക് വിശേഷിച്ചും അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ മുശ്രിക്കീങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇടയിലുള്ള തർക്കം തീർക്കാൻ, ശത്രുത മാറ്റാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരു വിധികർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറില്ലെന്ന്
നബിയെ താങ്കൾ മുശ്രിക്കുകളോട് അറിയിക്കണം, അവരോട് പ്രഖ്യാപിക്കണം. ഇതാണ് നബിയോട് അല്ലാഹു തആല പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം കൂടി മനസ്സിലാക്കിയാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആയത്തിന്റെ ആശയം ശരിക്കും മനസ്സിലാവും. എന്താണെന്നറിയോ, ഒരു സംഭവം ഉണ്ടായി. അതായത് ഖുറൈശികളിലെ പ്രമുഖരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെക്കുറിച്ച് വേദക്കാരുടെ കിതാബുകളിലുള്ള പ്രവചനങ്ങളും മറ്റുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പുരോഹിതനെ വിധികർത്താവായി നിശ്ചയിച്ചുകൂടെ? അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അങ്ങനെ മറ്റൊരു വിധികർത്താവിനെ നിശ്ചയിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ ചെയ്യുകയും ചെയ്യരുത്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഗൈറല്ലാഹി അബ്തഗി ഹകമൻ വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅലമൂന അന്നഹു മുനസ്സലുൻ മിർ റബ്ബിക ബിൽ ഹഖ് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. അഫഗൈറല്ലാഹി അബ്തഗി ഹകമ. നബിയെ, നിങ്ങൾ അവരോട് ചോദിക്കുക, അള്ളാഹുവിനെ അല്ലാത്തവരെയാണോ ഞാൻ വിധികർത്താവായി അന്വേഷിക്കേണ്ടത്? നിങ്ങൾ പറയുന്നത് പോലെ ജൂത ക്രിസ്ത്യാനികളെപ്പെട്ട ആരെങ്കിലുമാണോ ഞാൻ വിധികർത്താവാക്കേണ്ടത്? അഫഗൈറല്ലാഹ്, അള്ളാഹുവിനല്ലാത്തവരെയാണോ അബ്തഗി ഞാൻ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ തേടേണ്ടത്, ഹക്കമൻ വിധികർത്താവായി, മധ്യസ്ഥനായി? ഏതവസ്ഥയിൽ? വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ, അവനാണല്ലോ ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഇറക്കി തന്നത്, മുഫസ്സലൻ, വളരെ വിശദമായ വിവരങ്ങളോടുകൂടിയുള്ള ഈ ഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് റബ്ബല്ലേ. ആ റബ്ബിനെ വിട്ട് മറ്റാരെങ്കിലും ഞാൻ ഹക്കമാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പറ്റൂല. മാത്രവുമല്ല, നിങ്ങൾ ഹക്കമാക്കണം എന്ന് പറയുന്ന ആ വിഭാഗമല്ല ജൂത ക്രിസ്ത്യാനികൾപ്പെട്ട ആളുകൾ, അവർക്കിത് സത്യമാണ് എന്ന് ശരിക്കും അറിയുകയും ചെയ്യാം. അവരിത് വിശ്വസിക്കാൻ മുന്നോട്ട് വരേണ്ട ആളുകളാണ്. പിന്നെ അവരെ ഹക്കമാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. വല്ലദീന ആതൈനാഹുമുൽ കിതാബ, നമ്മൾ കിതാബ് നൽകിയ ആളുകളില്ലേ, യഅലമൂന, അവർക്കറിയാം, തൗറാത്തും ഇഞ്ചിലും നൽകപ്പെട്ട വേദക്കാരായ ആളുകൾ, യഅലമൂന, അവർക്കറിയാം, അന്നഹു, നിശ്ചയമായും പരിശുദ്ധ ഖുർആൻ, മുനസ്സലുൻ മിർ റബ്ബിക ബിൽ ഹഖ്, സത്യസമേതം അങ്ങയുടെ രക്ഷിതാവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഫലാ തകൂനന്ന, നബി അങ്ങായി പോകരുത്, മിനൽ മുംതരീൻ, സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. മുംതർ എന്ന് പറഞ്ഞാൽ സംശയിക്കും, അതിന്റെ പ്ലൂറലാണ്. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, അതുകൊണ്ട് അങ്ങ് നിശ്ചയമായും സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഇവിടെ മുശ്രിക്കീങ്ങൾ ഈ പറയുന്നതിന് പിന്നെയും നമുക്ക് കാര്യമുണ്ട് എന്ന് നോക്കാം. കാരണം എന്താ? മുശ്രിക്കീങ്ങൾക്ക് വേദഗ്രന്ഥങ്ങളെ കുറിച്ച് കൃത്യമായ അറിവില്ല. തൗറാത്ത് ഇഞ്ചിലൊന്നും പോർക്ക് അറിയില്ലല്ലോ. മുശ്രിക്കീങ്ങൾ, മക്കയുടെ മുശ്രിക്കത് അറിയില്ല, വേദക്കാർക്കാണ് അതറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഖുർആനെ സംബന്ധിച്ച് സംശയം ഉണ്ടാവാൻ ഇടയുണ്ട്, ശരി. പക്ഷെ വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശുദ്ധ ഖുർആനിലെ ഉള്ളടക്കങ്ങളും തത്വങ്ങളും സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ സത്യസന്ധത അറിയാവുന്നതാണ്. വേദക്കാർ ഖുർആൻ നിഷേധിക്കുന്നത് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, അവരുടെ അസൂയയും സ്വാർത്ഥതയും കൊണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത വേറെ ഹക്കമാക്കേണ്ട ഒരു കാര്യം ഇവിടെയില്ല. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, അതുകൊണ്ട് താങ്കൾ സംശയാക്കുകളിൽ പെട്ടുപോകരുത്. ഫലാ തകൂനന്ന, നബി അങ്ങ് പെട്ടുപോകരുത്, മിനൽ മുംതരീൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പ്രത്യക്ഷത്തിൽ അഭിസംബോധന, എങ്കിലും നമ്മളോടാണ് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും സംശയം ഉണ്ടാവില്ല. ഉണ്ടാകണമെങ്കിൽ തന്നെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നു. തങ്ങളല്ലാത്ത ഉമ്മത്തിനോടാണ് ഈ ഒരു പ്രസ്താവന, ഈ അഭിസംബോധന നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു, 115-ാമത്തെ ആയത്തിലേക്ക്. ഇനി പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളെല്ലാം സത്യവും സമ്പൂർണവുമാണ് എന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞാൽ എന്താ? മുശ്രിക്കീങ്ങൾക്കിടയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിലുള്ള തർക്കം തീർക്കാൻ പുറത്തുനിന്നൊരു മധ്യസ്ഥനെ കൊണ്ടുവരണം. അതിന് ഞാൻ റെഡിയല്ല, അള്ളാഹുവാണ് ഏറ്റവും വലിയ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്ത ആരും ഞാൻ ആണല്ലോ എന്നൊക്കെയല്ല പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ? ഈ ദീൻ സമ്പൂർണമാണ്. അള്ളാഹുവിന്റെ കലിമത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ സത്യമാണ്, സമ്പൂർണമാണ്. അവന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്. അത് മാറ്റാനോ തിരുത്താനോ ആർക്കും കഴിയില്ല. അതിന് വേറൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല, വേറെ ഹക്മയിൽ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളത് വിശ്വസിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. മുശ്രിക്കീങ്ങളും അങ്ങനെയാണ് ചെയ്യേണ്ടത്, അഹ്ലു കിതാബും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവർ വിശ്വസിക്കാതെ നടക്കുന്നത് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണമാണ്. നിങ്ങൾ അങ്ങനെ ആവരുത്. കാരണം വതമ്മത് കലിമത്തു റബ്ബിക, ഇനി പറയാൻ പോകുന്ന ആയത്തിന്റെ തുടക്കം അതാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ സത്യവും സമ്പൂർണവുമാണ്.
അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നീതിയുക്തങ്ങളാണ്. അതിലൊന്നും ഒരു നീക്കുപോക്കിനും സ്ഥാനമില്ല. അതിന് ഏത് ഹക്കമ് വരേണ്ട കാര്യവും ഇല്ല. ഏത് കാലത്തേക്കും ഏത് സമൂഹത്തിനും ആ നിയമം ഫിറ്റാണ്. അങ്ങനെ ഒരു ശരീഅത്താണ്, ഒരു നിയമസംഹിതയാണത്. ആര് തന്നെ എതിർത്താലും പരിശുദ്ധ ഖുർആൻ സന്ദേശം വിജയിക്കുക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും അതിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നതും അല്ല. ഈ പരിശുദ്ധ ഖുർആനിന് പകരം അതിന് കിടയക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായോഗികമോ യുക്തമോ ആയതോ വേറെ ഒന്ന് ആവിഷ്കരിക്കാൻ ഒരാൾക്കും കഴിയില്ല. സൃഷ്ടികൾക്ക് എന്തെല്ലാമാണ് ആവശ്യം, എങ്ങനെയൊക്കെയാണ് അവർക്ക് വിജയം നേടാനാവുക, അവരുടെ പ്രകൃതി സ്വഭാവങ്ങൾക്ക് അനുയോജ്യവും പ്രായോഗികവും എന്തൊക്കെയാണ്, ഇതൊക്കെ അള്ളാഹുവിനെ കൃത്യമായി അറിയാം. അതുകൊണ്ട് അള്ളാഹു തന്നെ അതൊക്കെ കൃത്യമായി സംവിധാനിച്ച് പറഞ്ഞ് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ വിശദീകരണങ്ങൾ സമ്പൂർണ്ണമാണ്. ഇനി മാറ്റത്തിരിക്കൽ ആവശ്യമില്ല. മറ്റാരും അതിലിടപെടേണ്ട കാര്യവുമില്ല. 115-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദല ലാ മുബദ്ദില ലികലിമാതിഹി വഹുവസ് സമീഉൽ അലീം. വതമ്മത് സമ്പൂർണ്ണമായിരിക്കുന്നു. കലിമത്തു റബ്ബിക അങ്ങയുടെ രക്ഷിതാവിന്റെ വചനങ്ങൾ സമ്പൂർണ്ണമായിരിക്കുന്നു. സിദ്ഖൻ സത്യസന്ധമായി, വഅദലൻ നീതിനിഷ്ഠവുമായി. താങ്കളുടെ രക്ഷിതാവിന്റെ വചനങ്ങൾ സത്യസന്ധവും നീതിനിഷ്ഠവുമായി സമ്പൂർണമായിരിക്കുന്നു. ലാ മുബദ്ദില ലികലിമാതിഹി അള്ളാഹുവിന്റെ വചനങ്ങൾ മാറ്റിമറിക്കുന്ന യാതൊന്നും ഇല്ല. ലാ മുബദ്ദില മാറ്റിമറിക്കുന്നതേ ഇല്ല. ലികലിമാതി അവന്റെ വചനങ്ങളെ മാറ്റിമറിക്കുന്ന യാതൊന്നും ഇല്ല. ബദ്ദല യുബദ്ദില എന്നൊക്കെ പറഞ്ഞാൽ മാറ്റിമറിക്കുക. വഹുവസ് സമീഉൽ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അൽ അലീം എല്ലാം വിശദമായി അറിയുന്നവനുമാണ്. 116, 117 ആയത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. അധികം ആളുകളും നേരത്തെ പറഞ്ഞ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വഴിതെറ്റി ജീവിക്കുന്ന ആളുകളാണ്. ഊഹം മാത്രം അവലംബിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ അനുസരിച്ചാൽ നിങ്ങളും വഴിതെറ്റും എന്നാണ് ഇനി പറയുന്നത്. ചില അനുമാനങ്ങൾ അടിസ്ഥാനമാക്കി തെറ്റായ പല വഴികളും സ്വീകരിച്ചുകൊണ്ട് ആണ് അവർ മുന്നോട്ട് പോകുന്നത്. ദൃഢമായ ഏതെങ്കിലും തെളിവുകൾ അടിസ്ഥാനമാക്കിയല്ല അവരുടെ ചലനങ്ങളൊന്നും, ഊഹങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മാത്രം. അതുകൊണ്ട് ഭൂരിപക്ഷത്തിലെ അഭിപ്രായമോ അംഗീകാരമോ ഉണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യം ശരിയാണെന്ന് വരില്ല. അവരെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത്. അള്ളാഹുവിന്റെ വിധി എന്താണ്, അവൻ കാണിച്ചു തന്ന മാർഗം ഏതാണ് എന്നാണ് മനുഷ്യൻ നോക്കേണ്ടത്. അതാണ് ശരിയായ മാനദണ്ഡം, അതാണ് നേരായ മാർഗം. ആരെല്ലാമാണ്, ഏതുതരം ആളുകളാണ് ആ നേരായ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോവുക എന്ന് ഏറ്റവും അറിയുന്നതും അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് സന്മാർഗം നേടണമെങ്കിൽ അള്ളാഹു നിർദ്ദേശിച്ച വഴി അനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. 116-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലൂക അൻ സബീലില്ലാഹ് ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വഇൻഹും ഇല്ലാ യഖ്റുസൂൻ. വഇൻ തുതി നബിയെ അങ്ങ് അനുസരിക്കുകയാണെങ്കിൽ, അക്സറ മൻ ഫിൽ അർദി ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ അങ്ങ് അനുസരിക്കുകയാണെങ്കിൽ, യുദില്ലൂക അവർ അങ്ങയെ വഴിതെറ്റിക്കും, അൻ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അങ്ങയെ അവർ വഴിതെറ്റിക്കും. ഭൂരിപക്ഷം ആളുകളും തെറ്റിന്റെ പക്ഷത്താണെന്ന് വിചാരിച്ചാൽ അവരെ കൂടെ പോകാൻ നിൽക്കണ്ട. അവർ നമ്മളെ വഴിതെറ്റിക്കാൻ ചെയ്യാൻ നടക്കും. ഊഹങ്ങൾ പിൻപറ്റുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അവർ പിൻപറ്റുന്നില്ല ഇല്ലല്ലന്ന ഊഹത്തെ അല്ലാതെ. പറഞ്ഞാൽ ഊഹങ്ങളെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. അവർ നുണ പറയുകയുമാണ് ചെയ്യുന്നത്. വെറും നുണ പറ മാത്രമാണ് ചെയ്യുന്നത്, ഊഹത്തെ മാത്രം പിൻപറ്റി. ഇതല്ലാതെ മറ്റൊന്നവർ ചെയ്യുന്നില്ല. യഖ്റുസൂൻ എന്ന് പറഞ്ഞാൽ നുണ പറയും. 117 കൂടെ നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക ഹുവ അഅലമു മൻ യദുല്ലു അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഇന്ന റബ്ബക നിശ്ചയമായും അങ്ങയുടെ രക്ഷിതാവ്, ഹുവ അവൻ, അഅലമു ഏറ്റവും അറിയുന്നവനാണ്, മൻ യദുല്ലു അൻ സബീലിഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആരാണ് വഴിതെറ്റിപ്പോകുന്നത് എന്ന്. വഹുവ അവൻ, അഅലമു നന്നായി അറിയുന്നവനാണ്, ബിൽ മുഹ്തദീൻ സന്മാർഗം പ്രാപിക്കുന്നവരെ കുറിച്ചും. അപ്പൊ ആരൊക്കെയാണ് മുഹ്തദീങ്ങളാവുക, സന്മാർഗം പ്രാപിക്കുന്നവരാകുക എന്നും ആരൊക്കെയാണ് വഴിതെറ്റിപ്പോവുക എന്നും ഒക്കെ അള്ളാഹു തആലക്ക് കൃത്യമായി അറിയാം. നിങ്ങൾക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവർ പറയണത് ശരി തന്നെയാണ്, ഇവര് പറയണത് ശരി തന്നെയാണ്, ആരൊപ്പം കൂടാ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. തെറ്റുകളുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ചായാൻ പാടില്ല.
ഊഹങ്ങൾ മാത്രം പിൻപറ്റുന്ന ആളുകൾ അവരുടെ കൂടെ നിങ്ങൾ കൂടാൻ പാടില്ല. ഈ യത്തബിഊന ഇല്ലല്ലന്ന, ശരിയായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഊഹങ്ങളെയാണ് അവർ പിൻപറ്റുന്നത്. ഇത് ആക്ഷേപിക്കേണ്ട കാര്യമാണ്. വെറും ഊഹങ്ങൾക്ക് പിന്നാലെ പോവുക, കൃത്യമായ മാനദണ്ഡങ്ങളോ അടിസ്ഥാനമോ ഇല്ലാതെ. അവിശ്വാസികളുടെ നടപടികളൊക്കെ അങ്ങനെയാണ്. അവരെന്താ ചെയ്യുന്നത്? പൂർവികന്മാരുടെ നടപടികൾ കണ്ണടച്ച് അംഗീകരിക്കുക. എന്നാണ് അവർ ചെയ്യുന്നത്. അവർ പറഞ്ഞെന്താ? ബിംബാരാധന നടത്തിയിരുന്നു. കാരണം പറഞ്ഞത് ഞങ്ങൾ വാപ്പുബാബു ബിംബാരാധന നടത്തിയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ് അല്ലേ. അപ്പൊ ആളുകൾ പറയുന്നത് കേട്ടിട്ട് അവരെ പിന്നാലെ പോകണ്ട എന്നാണ്. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരെ പിന്നാലെ പോയാൽ പിഴക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കൂല. ഇന്നിപ്പോ കാര്യമായിട്ടിപ്പോ ഇതാണല്ലോ നടക്കുന്നത്. ആര് എന്ത് പറഞ്ഞാലും അവരുടെ കൂടെ കൂടാൻ ആളുകളുണ്ടാവും, അവരെ പിന്നാലെ കൂടെ ആൾക്കാരുണ്ടാവും. ഏത് തട്ടിപ്പായാലും ആൾക്കാരുടെ കൂടെ കൂടും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളൊക്കെ ഈ യത്തബിഊന ഇല്ലല്ലന്ന എന്ന് പറഞ്ഞ ആ ഊഹാപോഹങ്ങൾക്ക് പിന്നാലെയാണ്. ഇല്ലാത്തത് പറഞ്ഞിട്ട് തമ്മിൽ തെറ്റിക്കാനാണ് മാധ്യമങ്ങളും ആളുകളും എല്ലാവരും ശ്രമിക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെ എമ്പാടുണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് വ്യക്തിഹത്യയും പരിഹാസവും ഒക്കെയാണ് റേറ്റ് കൂട്ടാൻ മറ്റുമൊക്കെയായി പൊതുവെ മീഡിയകളൊക്കെ ഉപയോഗിച്ചു വരുന്നത്. വെറും ഊഹങ്ങൾക്ക് പിന്നാലെയാണ് പല വാർത്തകളും കൊടുക്കുന്നത്. ആകെ ജീർണിച്ച അവസ്ഥയിലാണ് ഇന്നത്തെ ജേർണലിസം. അപൂർവം ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ ശബ്ദങ്ങളെ അടിച്ചൊതുക്കാനും സത്യം പുറത്തു വരാതിരിക്കാനും ഔദ്യോഗികമായി ഭരണതലത്തിൽ തന്നെ ശ്രമങ്ങൾ ഉണ്ടാവുന്ന കാലമാണ്. നമ്മൾ ജാഗരൂകരായിരുന്നേ പറ്റൂ. നമ്മൾ ശ്രദ്ധിക്കണം. ഊഹങ്ങൾക്ക് പിന്നാലെ പോകരുത്. പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കാതെ പുറത്ത് വിളിച്ചു പറയരുത്. അത് തന്നെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടെങ്കിൽ മാത്രം അറിയിച്ചാൽ മതി. സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് നുണകൾ പടത്തുവിട്ട് പരസ്പരം സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പ്രയാസങ്ങൾ ഉണ്ടാക്കി, എന്തിനാണ് അത് ചെയ്യുന്നത്? അല്ലാഹു തആല കർശനമായി വിലക്കിയ വിഷയമാണ് അത് ഊഹിച്ചു പറയരുത് എന്ന്. സൂറത്ത് നജ്മിൽ 28 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യത്തബിഊന ഇല്ലല്ലന്ന വഇന്നല്ലന്ന ലാ യുഗ്നി മിൻ ഹഖ്ഖി ശൈഅ. പല ഊഹത്തിലും ഒരു തരിമ്പും കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് അവർ ഊഹം മാത്രം പിൻപറ്റി തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ്. ചെയ്യരുതങ്ങനെ. സൂറത്ത് യൂനുസിലെ 35 36 അല്ലാഹു തആല വിഷയം പറഞ്ഞിട്ടുണ്ട്. വമാ യത്തബിഉ അക്സറുഹും ഇല്ലാ വന്ന ഇന്നല്ലന്ന ലാ യുഗ്നി മിൻ ഹഖ്ഖി ശൈഅ. അതുകൊണ്ട് ഊഹങ്ങൾക്ക് പിന്നാലെ പോകണ്ട. വെറുതെ ഊഹിച്ചിട്ട് അത് ഇതിന് പറയണ്ട. സത്യവുമല്ല, സത്യവുമായി അതിന് ബന്ധമുണ്ടാവില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അത് കുറ്റകരം കൂടിയാകും. സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. പല ഊഹങ്ങളും കുറ്റമാണ്. അപ്പൊ ഒന്നും നമ്മൾ ധരിച്ചു പറയണ്ട, ശരിയായത് പറഞ്ഞാൽ മതി. അത് തന്നെ പറയണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അന്വേഷിച്ച് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത ഓരോരുത്തർക്കുമുണ്ട്. അത് മീഡിയകളായാലും മാധ്യമങ്ങളായാലും വ്യക്തികളായാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളായാലും ഗവൺമെന്റ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. തെറ്റിദ്ധാരണ കൊണ്ട് എന്തൊക്കെ പുകിലാണ് ഉണ്ടാവുന്നത്. തെറ്റിദ്ധരിക്കാനുള്ള അവസരം പോലും ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പരിശുദ്ധീൻ പറയുന്നത്. അത്തരം അവസരങ്ങൾ ഉണ്ടെങ്കിൽ ആ ധാരണ, തെറ്റിദ്ധാരണ നീക്കി കൊടുക്കണം. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത്തഖൂ മവാദിഅത്തുഹം. തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ നിന്ന് സഫിയ ബിബി റളിയല്ലാഹു അൻഹയുടെ കൂടി ഇറങ്ങി വരുന്ന ഭാര്യയാണ്. നേരം കുറച്ച് ഇരുട്ടിയിട്ടുണ്ട്. ഇറങ്ങി വരുന്ന സമയത്ത് റസൂലുള്ളാഹിയും സഫിയ ബിബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ രണ്ടുപേരും നടക്കാൻ. അപ്പോഴാണ് അൻസാറുകളിൽപ്പെട്ട രണ്ടാളുകൾ ഇങ്ങനെ നടന്നു വരുന്നത് അവർക്കെതിരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിക്കിൻ, പിന്നെ എന്റെ കൂടെ ഉള്ളത് ആരാന്നറിയോ? സഫിയയാണ് കേട്ടോ. എന്റെ കൂടെ ഉള്ളത് എന്റെ ഭാര്യ സഫിയയാണ്. ഇത് കേട്ടപ്പോൾ ആ സഹാബികൾ വെച്ചു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഞങ്ങളെ തടഞ്ഞിരുത്തി അങ്ങനെ പറയുന്നു? ഞങ്ങൾ അങ്ങയെക്കുറിച്ച് മോശമെന്ന് വിചാരിക്കില്ലല്ലോ, ഞങ്ങൾ അങ്ങയെക്കുറിച്ച് തെറ്റിദ്ധരിക്കൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളോട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? സഫിയാണ് എന്റെ കൂടെ എന്ന് പറഞ്ഞത്, ഞങ്ങൾ അങ്ങയെക്കുറിച്ചൊന്നും വിചാരിക്കില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദമി വഇന്നി ഖശീതു യഖ്ദഫു ഫീ ഖുലൂബികും ശർറാ. ശരിയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കണം എന്നില്ല. പക്ഷേ പിശാച് നിങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. മനുഷ്യന്മാരുടെ കൂടെ ഒക്കെ പിശാചുണ്ട്. പിശാച് എന്തെങ്കിലും നിങ്ങളെ മനസ്സിൽ വേണ്ടാതെ തോന്നിപ്പിച്ചു തരുമോ എന്ന തെറ്റിദ്ധാരണ വരുമോ എന്ന പേടി കൊണ്ടാണ് ഞാൻ നിങ്ങളെ നിർത്തിയിട്ട് ഇതാ നിക്കിൻ, എന്റെ കൂടെ ഉള്ളത് എന്റെ ഭാര്യ സഫിയാണ് കേട്ടോ, വേറെ ആരുമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പൊ തെറ്റിദ്ധാരണയുള്ള അവസരം നമ്മൾ സൂക്ഷിക്കണമെന്നർത്ഥം.
നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ചില തെറ്റിദ്ധാരണകളായിരിക്കുമെന്നാണ്. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നത് തെറ്റിദ്ധാരണകളുടെ പുറത്തായിരിക്കും. നിസ്സാര വിഷയമായിരിക്കും, അത് പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുത്തല്ല, തെറ്റിദ്ധാരണ നീങ്ങിയാൽ ആ വിഷയം സോൾവ് ആവും. അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ നീക്കാൻ വേണ്ടി ശ്രമിക്കുക. പല ആളുകളും അത് ആ തെറ്റിദ്ധാരണ ഇല്ലാതെയാക്കാൻ ശ്രമിക്കൂല എന്ന് മാത്രമല്ല, ആ പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റാനാണ് ശ്രമിക്കുക. സുൽഹ ഉണ്ടാക്കൂല എന്ന് മാത്രമല്ല, ആളിക്കെത്തിക്കാനാണ് ശ്രമിക്കുക. ഒന്ന് സോറി പറഞ്ഞാൽ ആ പ്രശ്നം തീരും, തെറ്റിദ്ധാരണ മാറിയാൽ നീങ്ങും. പിന്നെ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ഇനിയിപ്പോൾ സോറി പറഞ്ഞാലും പൊരുത്തപ്പെടാത്ത ചില ആളുകളുണ്ട്. ഒരാളത്തിൽ തെറ്റുപറ്റി മറ്റുള്ളവരെ മാപ്പ് ചോദിച്ചു, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തരൂല എന്ന് പറയുന്ന ആൾ. ആയിക്കോട്ടെ, അവരിഞ്ഞ് പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിലും നമ്മളത് പറയണം, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം. ചില ആളുകളൊക്കെ ഉണ്ട്, മരിച്ചാലും പൊറുക്കൂല എന്നൊക്കെ പറയുന്ന ആളുകൾ. നീ എന്നോടാ ചെയ്തത്, ഞാൻ മരിച്ചാലും മറക്കൂലോ, ഞാൻ പൊറുക്കൂലോ എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകൾ. എന്താണ് അവരങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ചെയ്യരുതെന്ന്, അങ്ങനെ പറയാൻ പാടില്ല. വിട്ടുകൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. അള്ളാഹു വരെ വിട്ടുകൊടുക്കുന്നില്ലേ? റബ്ബ് വരെ നമുക്ക് മാപ്പ് ചെയ്തു തരുന്നില്ലേ? നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പഠിച്ചവനെ എനിക്ക് നീ പുറത്തു തരണേ, ഞാൻ ചെയ്ത തെറ്റുകൾ മാപ്പാക്കി തരണേ. എന്നിട്ട് അതേ അള്ളാഹുവിനോട് നമ്മൾ പറയാതെ പറയുന്നത് എന്താ? നീ എനിക്ക് പുറത്തു തരണം, പക്ഷെ ഞാനും ഇന്ന ആളും തമ്മിലുള്ള പ്രശ്നം പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, അത് ഞാൻ വിട്ടുകൊടുക്കുന്നില്ല, മാപ്പ് കൊടുക്കില്ല, പക്ഷെ നീ എനിക്ക് പുറത്തു തരണം. അതൊരു ഇരട്ടത്താപ്പല്ലേ? അതെങ്ങനെ നമ്മൾ ചോദിക്കുക? സൂറത്തുൻ നൂറിൽ 22 അല്ലാഹു തആല പറഞ്ഞില്ല, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യൂ, പടച്ചവൻ നിങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ അവിടുന്ന് കിട്ടണമെങ്കിൽ നമ്മളത് ആദ്യം ചെയ്യണം. അങ്ങനെ ഒരാൾ പൊരുത്തം ചോദിച്ച് ഒരു വിഷയത്തിൽ തെറ്റുപറ്റിയിട്ട് അയാൾ വന്ന മാപ്പ് പറഞ്ഞാൽ ആ മാപ്പ് സ്വീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാതിരിക്കുക എന്നത് വലിയ തെറ്റാണ്. അവൻ തെറ്റുകാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലുണ്ട്. മൻ അഅ്തദറ ഇലാ അഖീഹി ബിമഅ്ദറത്തിൻ ഫലം യഖ്ബൽഹാ കാന അലൈഹി മിത്ലു ഖതീഅത്തി സാഹിബി മക്സിൻ. ഒരാള് ഒരു അബദ്ധം സംഭവിച്ചതിന്റെ പേരിൽ മറ്റൊരാൾ ആ അബദ്ധം ചെയ്യപ്പെട്ട ആളോട് സോറി പറഞ്ഞാൽ, മാപ്പ് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ, എക്സ്ക്യൂസ് പറഞ്ഞാൽ അത് സ്വീകരിച്ചില്ല എങ്കിൽ അയാൾക്ക് ആളുകളുടെ സമ്പത്ത് അതിക്രമമായി കൈപ്പറ്റുന്ന ആളുടെ ശിക്ഷയാണ് ഉണ്ടാവുക. സാഹിബ് മക്സിൻ എന്ന് പറഞ്ഞാൽ അന്യായമായ ആളുകളുടെ പൈസ പിടുങ്ങുന്ന ആള്, കൈക്കുലിക്കാരെന്നൊക്കെ പറയില്ലേ, അയാൾക്കുള്ള ശിക്ഷയാണ് ഇതേപോലെ സോറി പറഞ്ഞിട്ട് അംഗീകരിക്കാത്ത ആൾക്കുള്ള ശിക്ഷ. അതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കരുത് എന്നാണ്. കാര്യം ഗുരുതരമാണ്. അപ്പൊ നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് വേണ്ടേ? ആളുകൾ എങ്ങനെയാണ്? ഭൂരിപക്ഷം തെറ്റിന്റെ ഭാഗത്താണെങ്കിലും നമ്മൾ അവരുടെ കൂടെ പോകരുത്. ശൈത്താന്റെ കൂടെ എത്രങ്ങാനും ആൾക്കാരാ? കൂടുതൽ ആളുകളുണ്ടെന്ന് വെച്ചാൽ അവൻ ചെയ്യുന്നത്, അവൻ പറയുന്നത് ശരിയാണ്, ശൈത്താൻ ശരിയാണെന്ന് ആരും പറയില്ലല്ലോ. ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഖുർആനിലൂടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയോ അള്ളാഹു പറഞ്ഞ ഒരു വിധി അത് സാഹചര്യത്തിന്റെയോ പൊതു താല്പര്യത്തിന്റെയോ പേരിലൊന്നും ഭേദഗതി ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നത്തെ ലോകക്രമവും അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥിതികളൊക്കെ കണക്കിലെടുത്ത് പലിശ ഇടപാടുകളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് കുറേയൊക്കെ അയവ് വരുത്തണം എന്ന് ആധുനികവാദികളായ ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. അങ്ങനെ ഭേദഗതി ചെയ്യാനുള്ളതല്ല പരിശുദ്ധ ഇസ്ലാമിലെ പലിശയുടെ നിയമം. ഒരു നിയമവും അങ്ങനെയല്ല, ആർക്കും മാറ്റാൻ പറ്റൂല. മറ്റൊരു വിഷയം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. മറ്റൊരു വിഷയം, അള്ളാഹു ചില ആളുകൾ നേർവഴിയിലാക്കും, ചിലർ വലാലത്തിലാക്കും എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക മാനദണ്ഡമോ യുക്തമായ അടിസ്ഥാനമോ ഇല്ലാതെ കുറെ ആളുകളെ നല്ലവരും കുറെ ആളുകളെ മോശക്കാരുമാക്കും എന്നല്ല. നമ്മൾ ഈ വിഷയം മുമ്പും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തക്കതായ കാരണങ്ങളുടെയും യുക്തമായ വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ 117-ാമത്തെ ആയത്ത് മനസ്സിലാക്കേണ്ടത്. പലയിടത്തും നാം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. വേറെ പല സ്ഥലങ്ങളിലും ഖുർആനി പ്രയോഗം നടത്തിയിട്ടുമുണ്ട്. സൂറത്തുൽ നഹലിലെ 125-ൽ, സൂറത്തുൽ ഖസസിലെ 56-ൽ, സൂറത്തുൽ ഖലമിലെ 7-ാമത്തെ ആയത്തിലൊക്കെ. അപ്പൊ വെറുതെ ഒരു മാനദണ്ഡമില്ലാക്കാതെ കുറെ ആൾക്കാരെ സത്യമാർഗത്തിനും കുറെ ആൾക്കാരെ വഴികളിലാക്കില്ല ചെയ്യുക. അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളും കാരണങ്ങളും അടിസ്ഥാനങ്ങളും ഉണ്ടാവും. ഏറ്റവും പ്രധാനമായി ആ മനുഷ്യന്മാരുടെ മാനസിക ചിന്ത തന്നെ. അവർ വരുത്തി വെച്ച വിന അവർ സത്യം മനസ്സിലാക്കാനോ ഒന്നിനും തയ്യാറല്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ വിഷയം. 118-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കെതിരായ ദുർബോധനങ്ങൾ വഴി മനുഷ്യരെ ചതിയിൽ വീഴ്ത്തി വഴിവെഴുപ്പിക്കുന്നവരെ അനുസരിക്കരുതെന്നും മറ്റുമാണ് ഇതുവരെയുള്ള ആയത്തുകൾ നമ്മൾ പറഞ്ഞത്. ഇനി ആ ദുർബോധനങ്ങളുടെ ഫലമായി മുശ്രിക്കുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് അവരെന്താ പറയുന്നറിയോ? ജീവികൾ അറുക്കുന്ന സമയത്ത്
അവർ അവരുടെ ആരാധ്യ വസ്തുക്കളുടെ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞ് മാത്രമേ അറുക്കാറുണ്ടായിരുന്നുള്ളൂ. താനെ ചത്തുപോയ മൃഗങ്ങളെ അവർ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ അറുക്കരുത് എന്നും ശവം തിന്നരുത് എന്നും അള്ളാഹുവിന്റെ നിയമം വന്നപ്പോ അതിനെതിരെ അവർ ശക്തമായി കുതർക്കങ്ങളുമായി രംഗത്ത് വന്നു. എന്താ അവർ പറഞ്ഞെന്നറിയോ? നിങ്ങൾ പറയുന്നത് ഇപ്പൊ എന്താ, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുന്ന ആളുകളാണെന്നാണ് പറഞ്ഞത്. എന്നിട്ടും അള്ളാഹു കൊലപ്പെടുത്തിയത്, അതായത് താനെ ചത്തത്, അത് നിങ്ങൾ തിന്നാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ കൊലപ്പെടുത്തിയത്, നിങ്ങൾ അറുത്തത്, അത് തിന്നാമെന്ന് പറയുന്നു. എന്ത് ന്യായമാണ് ഉള്ളത് അതിൽ എന്നൊക്കെ ചോദിച്ചിട്ട് കുതർക്കത്തിൽ വെറുതെ തർക്കിക്കാൻ വേണ്ടി വന്നു. അള്ളാഹു കൊന്നത് എന്ന് പറഞ്ഞാൽ ചത്തത്, നമ്മൾ കൊന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അറുത്തത്. അവർ വെറുതെ തർക്കിക്കാൻ വരാണ്. ഇത്തരം തർക്കങ്ങളൊന്നും അവർ അനുസരിക്കരുത് എന്നും, നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ അറക്കപ്പെട്ടത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാൻ പാടുള്ളൂ, അത് തിന്നാൻ ഒരു മടിയും വേണ്ട. അതിന് ആരെന്ത് പറഞ്ഞാലും ശരി, അള്ളാഹിന്റെ പേര് പറഞ്ഞ അർത്ഥതാണോ നിങ്ങൾ തിന്നാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്നൊക്കെ അള്ളാഹു നമുക്ക് നിങ്ങളോട് പറയുകയാണ്. നോക്കൂ 118-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫക്കുലു മിമ്മാ ദിക്റസ്മുല്ലാഹി അലൈഹി ഇൻ കുൻതും ബിആയാതിഹി മുഅ്മിനീൻ. ഫക്കുലു, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ. മിമ്മാ ദിക്റസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ. ഇൻ കുൻതും ബിആയാതിഹി മുഅ്മിനീൻ, നിങ്ങൾ അവന്റെ ആയത്തുകൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അള്ളാഹിന്റെ പേര് പറഞ്ഞ അർത്ഥം തിന്നോളൂ. വേറെ മുശ്രിക്കുകൾ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ തിന്നായിരിക്കൊന്നും വേണ്ട. നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ, നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നാലേ കഴിച്ചോളൂ. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞൊരു അർത്ഥം അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കപ്പെട്ടത്. മാ ഉഹില്ല ബിഹി എന്നാണ് പിന്നെ സൂറത്തുൽ ബഖറ 173 ഇതേ ആശയത്തിന് അള്ളാഹു പ്രയോഗിച്ചത്. അവിടെയും ശരിക്കും മാ ഉഹില്ല ബിഹി എന്ന് പറഞ്ഞാൽ ശബ്ദം ഉയർത്തപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ടത് എന്നർത്ഥം. ബഖറയിൽ 173 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ 4 നമ്മൾ ഈ വിഷയം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പ്രയോഗമാണ് മിമ്മാ ദിക്റസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ പേര് പറഞ്ഞറുത്തത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദീകരണങ്ങൾ അടുത്ത പേജിൽ നമുക്ക് പഠിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും സ്വാലിഹായ അമലാശീർക്കാൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കാൻ റഹ്മാനെ. മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഗവൺമെന്റ് വസിയത്ത് ചെയ്ത് എല്ലാവർക്കും പൊറുക്കണേ തമ്പുരാൻ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. ودعاتنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.